നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. AMCS FNCK 2025 BSc നഴ്സിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രവേശിച്ച വിദ്യാർത്ഥികൾ, അതായത് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 10 വരെ വൈകിട്ട് 5 മണിക്ക് ഇടയിൽ ഒന്നാം വർഷത്തെ ട്യൂഷൻ ഫീസിൻ്റെ ഭാഗമായി 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ച് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി തങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണെന്നാണ് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനിൽ സ്ഥിരീകരിക്കാത്ത അപേക്ഷകർക്ക് തുടർന്നുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ അവസരം ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രവേശനം ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരാവുകയും വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് സെപ്റ്റംബർ 18 വ്യാഴം മുതൽ സെപ്റ്റംബർ 20 ശനി വരെയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് വെബ്സൈറ്റിലൂടെ AMCS FNCK അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി AMCS FNCKയിലെ കോളേജുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓരോ കോളേജിന് കോഡുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അൽഫോൺസ കോളേജ്, അമല കോളേജ്, അസിസി, അസംഷൻ, ഹോളി ക്രോസ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കോളേജിനും കോളേജിൻ്റെ കോഡ് അത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. 35 കോളേജുകളാണ് AMCS FNCKയിലുള്ളത്. ഇനി അതിൽ അലോട്ട്മെൻറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ വിദ്യാർത്ഥികളുടെയും നേരെ അവരുടെ ക്രമ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും പേര്, അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൻ്റെ കോഡ് എന്നിവ ഉണ്ട്. ഇത് കൂടാതെ കാറ്റഗറി, അത് ഏത് കാറ്റഗറിയിലാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇൻഡെക്സ് മാർക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 100 മാർക്ക്, 99 പോയിൻറ്റ്, അതിൽ പോയിൻ്റ് വൈസ് ആയിട്ടുള്ള മാർക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്ന കോളേജിൻ്റെ കോഡ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ വെബ്സൈറ്റിൽ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന കോളേജിൻ്റെ കോഡ് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതിൽ പരിശോധിക്കുമ്പോൾ ടോട്ടൽ 34 കോളേജോളം ഉണ്ട്. ആ കോളേജിൽ എത്ര സീറ്റുകളുണ്ട്, ആ സീറ്റുകളിലേക്കെല്ലാം കുട്ടികൾക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ 800 സീറ്റിലേക്ക് അഡ്മിഷൻ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ലാസ്റ്റത്തെ സീറ്റ് കുട്ടികൾക്ക് പോയിരിക്കുന്നത് ഏത് സ്കോറിലാണ്, ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ AMCS FNCKയുടെ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് അലോട്ട്മെൻറ്റുകൾ നോക്കുന്ന, കേരളത്തിലൊരു അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളും സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിൽ നിൽക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് ഫീസ്, ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ടൈപ്പ് മെറിറ്റ് ഫീസിലോ കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ് 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെപ്പറ്റി അറിയുവാനും കുറഞ്ഞ ഫീസിലുള്ള കോളേജുകളെപ്പറ്റി അറിയുവാനും മറ്റു സ്റ്റേറ്റുകളിലുള്ള അഡ്മിഷനെ പറ്റി വിശദമായിട്ട് അറിയുവാനും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.